Thank you. See you soon. Hi all. Good morning. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ 7th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, അതിൻ്റെ എക്വേഷൻസ്, കുറച്ച് ബേസിക് എക്വേഷൻസ്, ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ലോസ് പെർസെൻറ്റേജ്, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ലോസ് പെർസെൻറ്റേജ്, ലോസ്, പ്രോഫിറ്റ്, ലോസ് പെർസെൻറ്റേജ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ദെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് തന്നാൽ കോഡ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ കുറച്ച് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്യും. ആ 30 ക്വസ്റ്റ്യൻസ് കൊണ്ട് ഫുള്ള് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യും, എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താ, ഇത് അറിയാവുന്നവർ വേഗത്തിലെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക, അല്ലാത്തവർ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ടും നിങ്ങൾ 100% ആവും ഈ ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ അറിയാത്തവർ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ, നിങ്ങൾ പെർഫെക്റ്റായി മാറും ഈ ടോപ്പിക്കിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. 7th ക്വസ്റ്റ്യൻ ഒരു 6 or 7 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സെല്ലിംഗ് പ്രൈസ് പെർസെൻറ്റേജ് തന്നാൽ, ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കോഡ് പ്രൈസ് എന്താണ് എന്ന് കാണാനുള്ള ടോപ്പിക്കാണ് ചെയ്തത്. അതിൻ്റെ ഒരു വേറെ മോഡലൊരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ മാൻ കോഡ് എ ടേബിൾ അല്ലേ, ഒരാൾ എന്ത് ചെയ്തു, ഒരു ടേബിൾ മേടിച്ചു. ആ ടേബിളിൻ്റെ പ്രൈസ് എത്രയാ, 6000 രൂപയാണ് അല്ലേ. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് കോഡ് പ്രൈസ് എത്രയാണ്, 6000. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഈസി ക്ലാസ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ ഇൻ മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ 7th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, അതിൻ്റെ എക്വേഷൻസ്, കുറച്ച് ബേസിക് എക്വേഷൻസ്, ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ലോസ് പെർസെൻറ്റേജ്, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ലോസ് പെർസെൻറ്റേജ്, ലോസ്, പ്രോഫിറ്റ്, ലോസ് പെർസെൻറ്റേജ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ദെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് തന്നാൽ കോഡ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ കുറച്ച് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്യും. ആ 30 ക്വസ്റ്റ്യൻസ് കൊണ്ട് ഫുള്ള് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യും, എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താ, ഇത് അറിയാവുന്നവർ വേഗത്തിലെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക, അല്ലാത്തവർ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ടും നിങ്ങൾ 100% ആവും ഈ ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ അറിയാത്തവർ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ, നിങ്ങൾ പെർഫെക്റ്റായി മാറും ഈ ടോപ്പിക്കിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. 7th ക്വസ്റ്റ്യൻ ഒരു 6 or 7 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സെല്ലിംഗ് പ്രൈസ് പെർസെൻറ്റേജ് തന്നാൽ, ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കോഡ് പ്രൈസ് എന്താണ് എന്ന് കാണാനുള്ള ടോപ്പിക്കാണ് ചെയ്തത്. അതിൻ്റെ ഒരു വേറെ മോഡലൊരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ മാൻ കോഡ് എ ടേബിൾ അല്ലേ, ഒരാൾ എന്ത് ചെയ്തു, ഒരു ടേബിൾ മേടിച്ചു. ആ ടേബിളിൻ്റെ പ്രൈസ് എത്രയാ, 6000 രൂപയാണ് അല്ലേ. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് കോഡ് പ്രൈസ് എത്രയാണ്, 6000. പ്രൈസ് ഓഫ് എ ടേബിൾ ഈസ് 6000. CP is equal to 6000. അപ്പം നമ്മളെ ഉള്ളിലുണ്ട് എന്താണ്,
ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് ആണ് 100%. 100% is equal to 6,000 rupees. Okay. If it is sold at the rate of 25% loss, 25% ലോസിനാണ് അത് സെൽ ചെയ്തത് അല്ലേ. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 25%. അപ്പോൾ അത് എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? ലോസ് പെർസെൻറ്റേജ് 25 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 75% ആയിരിക്കും അല്ലേ. അപ്പോൾ 75% ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു എക്സ്. അത് നമുക്കറിയില്ലേ, ക്വസ്റ്റ്യൻ മാർക്കാണ്. അതാണ് ഇതിലിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മളെന്താ പറയേണ്ടത്? 100% ഇസ് ഈക്വൽ ടു 6,000. ക്വിക്ക്ലി വളരെ പെട്ടെന്ന് ചെയ്യണം. ഓക്കെ. 75% എത്രയാണ്? എക്സ് ആണ്, നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. എക്സ് ആയിട്ട് എടുത്തു. ഇനി ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാ ഇങ്ങോട്ട് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ 100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 75. എക്സ് ഇസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100 ക്യാൻസൽഡ്. 75 into 6 is equal to 4500. The code X is equal to the selling price is equal to 4,500. അപ്പോൾ നമുക്കറിയാം 6,000 രൂപയ്ക്ക് വാങ്ങിയ അത് കൊടുത്തത് നഷ്ടത്തിനാണ്, 25% ലോസിനാണ്. എങ്കിൽ ലോസ് പ്രൈസ് എന്തായിരിക്കും? കുറവായിരിക്കും ഓഫ് കോഴ്സ് കോഡ് പ്രൈസിനെ കുറിച്ച് അല്ലേ. സെല്ലിംഗ് പ്രൈസ് ഈസ് ഓഫ് കോഴ്സ് കോഡ് പ്രൈസിനായിട്ടും കുറവായിരിക്കും. അപ്പോൾ കുറവാണ്, 4,500 കിട്ടി. അപ്പോൾ നമ്മളോട് ഇത്രേ ചോദിച്ചുള്ളൂ, ഫൈൻഡ് ദ കോഡ് പ്രൈസ് എന്ന് പറഞ്ഞു. ഇനി ലോസ് പെർസെൻറ്റേജ് 25% എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് ലോസ് എന്ന് ചോദിച്ചാൽ എന്താ എങ്ങനെ കണ്ടുപിടിക്കുക? കോഡ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക. അതവിടെ നമ്മളോട് ചോദിക്കേണ്ട. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിലോട്ട് പോവാണ്. സെക്കൻഡ് മെത്തേഡിലോട്ട് പോവാം അല്ലേ. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് എടുക്കട്ടെ. സെക്കൻഡ് മെത്തേഡ് നോക്കുക. എന്താണ് സെക്കൻഡ് മെത്തേഡ്? ഇത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് വളരെ സിമ്പിൾ മെത്തേഡ്. എന്താ സെക്കൻഡ് മെത്തേഡ് പറയൂ. എങ്ങനെയാണ് സെക്കൻഡ് മെത്തേഡ് ചെയ്യുക? സെക്കൻഡ് മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ അല്ലേ. സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാ. എങ്ങനെയാണ് ചെയ്യുക? പറഞ്ഞോളൂ, എങ്ങനെയാണ് ചെയ്യുക? അതായത് 100% is equal to 6,000. 100% is equal to 1 into 100 അല്ലേ. അപ്പോൾ 1% is equal to 6,000 divided by 100 is equal to cancelled 1% is equal to 60%. 60 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയാം. 25% ലോസിന് കൊടുത്തേക്കണേ അല്ലേ. 25 എന്ന് പറയുമോ? നമ്മൾ ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ലോസ് പെർസെൻറ്റേജ് 25% ആണെങ്കിൽ ആ വസ്തു വിറ്റത് 100ൽ നിന്ന് 25 മൈനസ് ചെയ്യുക അല്ലേ. 100 മൈനസ് 25 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് 75% കണ്ടാൽ മതി അല്ലേ. 75% ഇൻറ്റു 1% ഇൻറ്റു 75 ആണെങ്കിൽ നമുക്ക് 75% കാണാം. അപ്പോൾ 60 ഇൻറ്റു 75 ഈക്വൽ ടു 4,500. ക്ലിയർ? ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്, ചെയ്യുമ്പോൾ ഏതാണോ വരുന്നത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൻസർ വരുമല്ലോ, ഏതായാലും ചെയ്യാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ അതായത് 75% ലോസിനാണ് കൊടുത്തേക്കുന്നത്. 1% 6,000 ആണ് അല്ലേ. 100% 6,000 ആണ്. അപ്പോൾ 1% 6,000 by 100 ആണെങ്കിൽ 1% ഈസി ആയിട്ട് കണ്ടുപിടിച്ചു 60. 1% 60 ആണെങ്കിൽ 75% എത്രയാണ്? 60 into 75 4. രണ്ടും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ചിലർക്ക് ഇത് ഈസി ആയിട്ട് തോന്നും, ചിലർക്ക് സെക്കൻഡ് മെത്തേഡ് ഈസി ആയിട്ട് തോന്നും. 1% കണ്ടുപിടിച്ചിട്ടുള്ള മെത്തേഡ്. ഇതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതേ ഇക്വേഷൻസ് ഒന്നും വേണ്ട.
ഇക്വേഷൻസ് ഉണ്ട്. CP കാണാനും SP കാണാനും. കോഡ് പ്രൈസ് തന്നാൽ സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ, സെല്ലിംഗ് പ്രൈസ് തന്നാൽ കോഡ് പ്രൈസ്. അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇക്വേഷൻസൊക്കെ തെറ്റി ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ലോജിക്ക്, നമ്മുടെ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ, ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അറിയാവുന്നവരെ വിട്ടുപോവുക, അറിയാത്തവർ വീണ്ടും വീണ്ടും പറയാണ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്കിപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത് വിട്ടു. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ എക്സാമുകൾക്ക് കാണുമ്പോൾ ഇതൊക്കെ അറിയാം, പക്ഷെ എങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നില്ല അല്ലേ. നമ്മളെന്താണെന്ന് വെച്ചാൽ മറന്നുപോയി, പ്രാക്ടീസ് ഇല്ല. ഇതൊന്ന് 1, 2, 3, 4 പ്രാവശ്യം കിട്ടുന്നില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക, നമ്പർ മാറ്റണമെന്നൊന്നുമില്ല. നമ്മൾക്കത് എന്താണ് ഇവിടെ ക്വിക്കായിട്ട് നമ്മുടെ മെമ്മറിയിൽ വരും. അപ്പോൾ നമുക്കത് എക്സാമിന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും എളുപ്പത്തിൽ. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എ ടേബിൾ ഈസ് സോൾഡ് അറ്റ് 720. ഒരു ടേബിള് 720 രൂപയ്ക്ക് വിറ്റു. വിച്ച് കോസസ് 20% ലോസ്. അപ്പോൾ ഒരു ടേബിളിൻ്റെ വിലയല്ല കേട്ടോ, സെല്ലിംഗ് പ്രൈസ് ആണ്. തെറ്റിയെടുക്കരുത്. കോഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 100% എടുക്കരുത്. സോൾഡ് അറ്റ് എന്ന് പറഞ്ഞേക്കണം. സെല്ലിംഗ് പ്രൈസ് 720 rupees ആണ് എങ്കിൽ വിച്ച് കോസസ് സെല്ലിംഗ് പ്രൈസ് 720 ആണ്. ഈ 720 എന്ന് പറയുന്നത് 100% അല്ല, കോഡ് പ്രൈസ് ആണ് 10% എടുക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. പക്ഷെ മേടിച്ചതിനായിട്ടും നഷ്ടത്തിനാണ് വിറ്റത്, കുറവിനാണ് വിറ്റത്. എത്ര കുറവിനാണ് മേടിച്ചത്? 100-ൽ നിന്നും 100% മേടിച്ചാൽ വാങ്ങിയ വിലയുണ്ട്. ആ വാങ്ങിയ വിലയിൽ നിന്നും കുറവായിട്ട് നഷ്ടത്തിനാണ് വിറ്റത്. എത്ര കുറവിനെ മേടിച്ചത്? -20 ആണല്ലേ. അപ്പോൾ സെല്ലിംഗ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 100 - 20 ഈസ് ഈക്വൽ ടു 80% ആണ് സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 720 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 720 ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം. എന്താണ് നമുക്കിവിടെ എഴുതാം അല്ലേ. അതിന് മുൻപ് ഇത് നമുക്കിവിടെ നിന്ന് മാറ്റാം. ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് എഴുതാം? 80% ഈസ് ഈക്വൽ ടു 80% is equal to പറയൂ. 80% is equal to 720. Then 1% is equal to വളരെ സിമ്പിളായിട്ട് 80% 70 1 × 80 ആണ് 7. അപ്പോൾ 1% എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 720. അതായത് 10 എണ്ണത്തിന് 100 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് കണ്ടുപിടിക്കുക 100/10 കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ 80% എന്ന് പറയുന്നത് 720 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 720/80. 1% അപ്പോൾ എത്രയാണ്? 9ന് തുല്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? Find the original code price of the table. Original code price is equal to 10%, 100% ആണ്. is equal to 1 × 100 ആണ് അല്ലേ. is equal to 1% 9 ആണ്. 9 × 100 is equal to 900 rupees. വളരെ സിമ്പിൾ. അപ്പോൾ ഈ 1% മെത്തേഡ് പലയിടത്തും യൂസ്ഫുൾ ആണ്. അതാണ് ഞാൻ ഇവിടെ ഈ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും സിമ്പിളാണ്. പക്ഷെ അതിൻ്റെ കൂടെ 1% മെത്തേഡ് നിങ്ങൾ തയ്യാറാക്കാനായിട്ടാണ്. പലയിടത്തും നമുക്കത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ആ മെത്തേഡ് കൂടി അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? 80% 720 ആണ്. 20% നഷ്ടത്തിന് വിറ്റു, അതാണ് 80%. അത് എത്രയാണ്? 720. അത് കോഡ് പ്രൈസിനായിട്ടും കുറവാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1% കണ്ടുപിടിച്ചു 9 ആണെങ്കിൽ എങ്കിൽ കോഡ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? 100% ആണ് അല്ലേ. 9 × 100. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാനിവിടെ പ്ലേസ് ഇട്ടത് എന്തിനാണെങ്കിൽ കുറേ ചെയ്യാനുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്രയൊന്നും ഇല്ല അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, എന്താണ് വളരെ ഒരു രസമല്ല. ഇപ്പം നിങ്ങൾക്കിത് ചെയ്തു വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ് കേട്ടോ. 1-2 തവണ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരാൾ ഒരു ടേബിള് 320 രൂപയ്ക്ക് വിറ്റു. വിച്ച് കോസസ്? വിറ്റത് അയാൾക്ക് നഷ്ടത്തിനാണ് വിറ്റത്. അപ്പോൾ അതിൻ്റെ കോഡ് പ്രൈസ് എന്താന്ന് ഇവിടെ എഴുതി വയ്ക്കുക. കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു, നമുക്ക് അറിയില്ലെങ്കിലും എഴുതി വയ്ക്കുക. ഇതെല്ലായിടത്തും എഴുതി വെച്ചോളൂ. കോഡ് പ്രൈസ് ഇസ്
100% ആണ്. ഓക്കെ, ഇനി അയാൾ വിറ്റത് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 320 സെല്ലിംഗ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 10%. ഇതൊന്നും എഴുതാനൊന്നും നിൽക്കണ്ട കേട്ടോ, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി സെല്ലിംഗ് പെർസെൻറ്റേജ് സെല്ലിംഗ് പെർസെൻറ്റേജ് അല്ല, ഏത് പെർസെൻറ്റേജ് അത്? ഇത് സെല്ലിംഗ് പെർസെൻറ്റേജ് അല്ല. ഏത് പെർസെൻറ്റേജ് അത്? ഇത് ഏത് പെർസെൻറ്റേജാ? ഇത് സെല്ലിംഗ് പെർസെൻറ്റേജ് അല്ല, ഇത് സെല്ലിംഗ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 10%ലാണ് ലോ അല്ലേ? അപ്പോൾ എത്രയായിരിക്കും സെല്ലിംഗ് പെർസെൻറ്റേജ്? 90%. ലോസ് പെർസെൻറ്റേജ് 90%ആണെങ്കിൽ വില്ലേൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 100 മൈനസ് 90% ഇസ് ഈക്വൽ ടു 320. നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടേബിൾ എത്ര രൂപയ്ക്ക് വിറ്റു എന്നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഇത് ഇത് എഴുതാം അല്ലേ? 90 മെയിൻ സോൾഡ് ടേബിൾ അറ്റ് 320 rupees which causes 90% ലോ. അപ്പോൾ ലോസ് 90% ഇസ് ഈക്വൽ ടു 320. അതിൽ നിന്ന് നമുക്ക് വേഗം ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 1 × 100 ഈസ് ഈക്വൽ ടു സംതിങ് ആണെങ്കിൽ 1% ഈസ് ഈക്വൽ ടു തന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 100. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. 1 × 90% ഈസ് ഈക്വൽ ടു 320 ആണെങ്കിൽ എത്രയാ? 1% ഇസ് ഈക്വൽ ടു, ഇയാൾ ഇങ്ങോട്ട് പോകും, ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് പോകും, 320 ഇൻറ്റു അടിയിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും 90. 1% ഇസ് ഈക്വൽ ടു വെരി സിമ്പിൾ 4 കിട്ടി അല്ലേ? ഇനി നമുക്ക് കോഡ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ 4 × 100 400 എന്ന് കാണാം. പക്ഷെ ഇവിടെ കോഡ് പ്രൈസ് അല്ല ചോദിച്ചേക്കുന്നത്. ടു ഗെറ്റ് 10% പ്രോഫിറ്റ്, 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര പ്രൈസിന് വിൽക്കണം? 10% ലാഭം എന്ന് പറഞ്ഞാൽ കോഡ് പെർസെൻറ്റേജിനേക്കാൾ 10%നേക്കാൾ 10% അത് 100%നേക്കാൾ 10% കൂടിയാലാണ് 110%. അപ്പോൾ 10% കാണണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് 4 × 100 400 എന്ന് എഴുതാം. അത് ചോദിച്ചിട്ടില്ല അവർ അല്ലേ? നമ്മൾ 400 ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. നമ്മൾ എളുപ്പത്തിൽ 400 കാണുമ്പോഴേക്കും അത് ബബിൾ ചെയ്യരുത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതാം. ടു ഗെറ്റ് 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 110% കണ്ടുപിടിക്കേണ്ടത്. 110% കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി 1% കണ്ടുപിടിച്ചു, 4 അല്ലേ? 1 × 110, 4% × 110 ഇസ് ഈക്വൽ ടു എത്രയാണ്? 4% × 110, 4 × 44 ഓക്കെ. അപ്പോൾ 10% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആളെ എത്ര രൂപയ്ക്ക് അത് വിൽക്കണമായിരുന്നു? 10% കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് അത് വിൽക്കണമായിരുന്നു? എത്ര രൂപയ്ക്ക്? 440 രൂപയ്ക്ക് വിൽക്കണമായിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടും ചെയ്യാം. ഞാനത് കാണിക്കുന്നു, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. അതായത് 90% ഇസ് ഈക്വൽ ടു 320 എങ്കിൽ 110% ഇസ് ഈക്വൽ ടു എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് എല്ലാ മെത്തേഡും എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മെത്തേഡുകൾ രണ്ടും പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ആണ് കൊണ്ടുവരേണ്ടത്. 90x ഇസ് ഈക്വൽ ടു 320 ഇൻറ്റു 110. എക്സ് ഇസ് ഈക്വൽ ടു 320 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് അല്ലേ ഓക്കെ എക്സ് കിട്ടും, നമുക്ക് വാല്യൂ കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 90 വെട്ടിപ്പോവും 9 320 4 ടൈംസ് എക്സ് ഇസ് ഈക്വൽ ടു 44. ഈ സീറോയെ വെട്ടിപ്പോകുന്നുള്ളൂ, ഇവിടുത്തെ 0 ഇവിടെ ഉണ്ട് കേട്ടോ, റിമൈനിങ് ഉണ്ട്. 44 11 × 40 440 റുപ്പീസ്. അപ്പം നമ്മൾ കണ്ടോ, രണ്ട് മെത്തേഡും ഇവിടെ യൂസ്ഫുൾ ആയത് കണ്ടോ, ഏത് മെത്തേഡിൽ വേണമെങ്കിലും കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അതായത് കോഡ് പ്രൈസ്
100%, അതിവിടെ നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കാണും വേണ്ട. പക്ഷെ സെല്ലിംഗ് പ്രൈസ് 320 ആണ്. 320 എന്ന് പറയുന്നത് 10% ലോസിൽ വിട്ടപ്പോൾ. അപ്പോൾ 90% ഇസിക്കൽ ടു 320 ആണെങ്കിൽ 1 into 90% 320 ആണെങ്കിൽ 1% ഇസിക്കൽ ടു 4. ഓക്കെ, അപ്പോൾ ഇനി എത്ര കാണണം? 110 വളരെ സിമ്പിൾ മെത്തേഡാണ്. 1% മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അത് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അതായത് 90% ഇസിക്കൽ 320 ആണെങ്കിൽ 100 അല്ല ചോദിക്കുന്നത്, കോഡ് പ്രൈസ് അല്ലല്ലോ. നമുക്ക് 110 അല്ലേ കാണേണ്ടത്, 10% മോർ പ്രോഫിറ്റ് കിട്ടാനാണ്. 110 ഇസിക്കൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. ക്ലിയർ? ഓക്കെ, രണ്ട് മെത്തേഡും, സെക്കൻഡ് മെത്തേഡ്, ഇത് ഫസ്റ്റ് മെത്തേഡ്. രണ്ട് മെത്തേഡും വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള സെക്കൻഡുകൾക്കുള്ളിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും പറയാണ്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കുറച്ച് ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ ചെയ്തിരുന്ന ക്വസ്റ്റ്യനായിട്ടും കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, കുറച്ച് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അതായത് എ ഐറ്റം വാസ് സോൾഡ് അറ്റ് 4% പ്രോഫിറ്റ്, 104%. 4% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100 + 4 104. വാങ്ങിച്ചതിനേക്കാളും 4% കൂടുതലാണെങ്കിൽ 104. ഓക്കെ, ഈ 104% രൂപയ്ക്ക് ഒരു വസ്തു വിറ്റു. ഈ 104%ൻ്റെ കൂടെ ഇത് 104%ലാണ് പറയണത് കേട്ടോ. ഒരു 77 രൂപ, ഇത് പെർസെൻറ്റേജിലല്ല പറയണത്, റുപ്പീസിലാണ് പറയുന്നത്. ഈ 104% എന്ന് പറയുന്ന ആ റുപ്പീസിൻ്റെ കൂടെ ഒരു 77 കൂടിയും കൂട്ടിയെങ്കിൽ നമുക്ക് അയാളുടെ പ്രോഫിറ്റ് 15% കൂടിയേനെ. 15% കൂടുക എന്ന് പറയുമ്പോൾ 115%. കൺസെപ്റ്റ് മനസ്സിലാക്കുക. വൺസ് മോർ ഞാനൊന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. എൻ ഐറ്റം വാസ് സോൾഡ് അറ്റ് 4% പ്രോഫിറ്റ്. അപ്പോൾ അപ്പം തന്നെ നമ്മൾ എഴുതാ 4% പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 10%. നമ്പർ അല്ലാതെ റുപ്പീസ് അല്ല, പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് 104% അയാൾ അത് വിറ്റു അല്ലേ? വിറ്റു. എത്ര ശതമാനത്തിലാണ് വിറ്റത്? 104%. അതായത് 4% കൂടെ വാങ്ങിയതിനെക്കാട്ടും 4% കൂടുതൽ വിറ്റു. ഈ വിറ്റ 104%ൻ്റെ കൂടെ ഒരു 77 റുപ്പീസും കൂടി കൂട്ടിയിരുന്നെങ്കിൽ, സോറി 75 അല്ല 77 റുപ്പീസും കൂടി കൂട്ടിയിരുന്നുവെങ്കിൽ അയാൾക്ക് 15% കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 104ൻ്റെ കൂടെ എത്ര കൂട്ടണം? 177 രൂപ കൂട്ടിയെങ്കിൽ 115 കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 77 എത്രയ്ക്ക് തുല്യമായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. കോമൺ സെൻസ് ഉപയോഗിക്കുക. 104ൻ്റെ കൂടെ 77 കൂടി കൂട്ടിയെങ്കിൽ 115 ആയേനെ. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 115 - 104 അല്ലേ? 104ൽ നിന്ന് 115ൽ നിന്ന് 104 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 11%. ഈ 77 എന്ന് പറയുന്ന റുപ്പീസ് ഉണ്ടല്ലോ, അത് ഏത് ശതമാനത്തിന് തുല്യമാണ്? 11%-ന് തുല്യം. അതായത് 104%ൻ്റെ കൂടെ 11% കൂട്ടിയിരുന്നെങ്കിൽ 115. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ തന്നെ അതെല്ലാവർക്കും അറിയാം. 104%ൻ്റെ കൂടെ 11 കൂട്ടിയാൽ 115 ആവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരില്ലല്ലോ. അവരെങ്ങനെയാണ് തന്നിരിക്കുന്നത്? 104%ൻ്റെ കൂടെ 100ൻ്റെ കൂടെ 4% കൂട്ടി 104%-ന് വിറ്റ ഒരു സാധനത്തിൻ്റെ കൂടെ 11% എന്നല്ല അവർ പറഞ്ഞത്, 77 റുപ്പീസ് കൂട്ടിയിരുന്നെങ്കിൽ എന്തായേനെ? 115% പ്രോഫിറ്റ് ആയേനെ. അപ്പം നമുക്ക് കിട്ടേണ്ട ഹിൻഡ് കിട്ടി, നമുക്ക് കിട്ടേണ്ട കീ കിട്ടി. അതായത് ഈ 77 എന്ന് പറയുന്നത് ആണ് 115ഉം 104ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഈക്വൽ ടു എത്രയാണ്? 104ഉം 115ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11%. അപ്പോൾ വൺസ് മോർ ഒന്നുകൂടെ ഇതാണ് 11% ഈസ് ഈക്വൽ ടു 77. 11% ഈസ് ഈക്വൽ ടു 77. ഇതാണ് 77 എന്ന് പറയുന്നത്. അതാണ് നമുക്ക് സൊല്യൂഷനുള്ള കീ. ഓക്കെ, എങ്കിൽ 1% എത്രയാണ്? 7 ആണ് അല്ലേ? എങ്കിൽ ഇവരെന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് വാസ് ഇറ്റ്സ് കോഡ് പ്രൈസ്? ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ആൻസർ ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഏതാണ് ആൻസർ? കോഡ് പ്രൈസ്.
ഓൾവേസ് കോഡ് പ്രൈസ് ഓൾവേസ് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. കോഡ് പ്രൈസ് ഓൾവേസ് 10%, 100% is equal to 7 into 100 the code price of that thing. എന്താ അയാൾ മേടിച്ചത്? എന്തോ ഒരു സാധനം മേടിച്ചു അല്ലേ, വിറ്റു അല്ല വാങ്ങിച്ചതാണ് ഇപ്പോൾ നമ്മളൊക്കെ അറിയേണ്ടത്. അയാളെ വാങ്ങിച്ച് 4% വിറ്റു. ആ വിറ്റ സാധനം ഇതിൻ്റെ ഒറിജിനൽ വില എത്രയാണ്? 700 ഓക്കെ. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അതായത് ഡയറക്റ്റായിട്ടൊന്ന് ചോദിച്ചുകൂടെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം? അല്ല, നമുക്ക് ഇങ്ങനെയും ആൻസർ ചെയ്യണം അല്ലേ. ഒരു ഐറ്റം അയാൾ വിറ്റത് 4% കൂടുതലായിട്ടായിരുന്നു പ്രോഫിറ്റ്, അപ്പം 104. ഈ 4ൻ്റെ കൂടെ ഒരു 77 രൂപ കൂട്ടിയെങ്കിൽ ആ പ്രോഫിറ്റ് 15% ആയനെ. നമ്മൾ ഡ്രോപ്പ് ചെയ്തു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി അല്ലേ. അങ്ങനെ പോകരുത്. സുഖമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി അല്ലേ. നമ്മളെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ നമ്മൾ ഡിഫറൻസ് കിട്ടി. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 77 എങ്കിൽ നമുക്ക് 11% എന്ന് പറയുന്നത് 77 ആണെങ്കിൽ 1% 7 കിട്ടി. അപ്പോൾ എത്രയാണ് കോഡ് പ്രൈസ്? 100%. ആ കിട്ടിയോ 1% 100 ഈസ് ഈക്വൽ ടു നമ്മുടെ കോഡ് പ്രൈസ്. ഓക്കെ, അപ്പോൾ കോഡ് പ്രൈസ് ഈസ് ഓൾവേസ് 100%. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ബേസിക്സ് ഇക്വേഷൻസ് പറഞ്ഞു, ബേസിക്സ് പറഞ്ഞു, ഫണ്ടമെൻ്റൽസ് പറഞ്ഞു. അതിൽ പ്രോഫിറ്റ് എങ്ങനെ, ലോസ് എങ്ങനെ, ലോസ് പെർസെൻറ്റേജ് എങ്ങനെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ലെവലും കൂടി കൂട്ടി. ഏതെങ്കിലും ഒരു കോഡ് പ്രൈസോ ഏതെങ്കിലും ഒരു ലോസോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ കോഡ് പ്രൈസ് എങ്ങനെ കാണും, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണപ്പെടും, അതിനൊക്കെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റാവുന്ന ഒരു ഇക്വേഷൻസ് ഇത് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചത് 1% മെത്തേഡ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറേ പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അതിനെ പറയാം ക്വാളിറ്റി ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ, ഒരു ഹെഡിങ്ങിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം. എന്തുകൊണ്ടാണ് അതിനെ ക്വാളിറ്റി ചേഞ്ച് എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ അതോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകണോ? വേണ്ട, നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്വാളിറ്റി ചേഞ്ച് എന്നുള്ള ടോപ്പിക് കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പേടിക്കരുത്. ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ നമുക്കുള്ളതെല്ലാം ഇട്ട് തന്നിട്ടാണ് ക്വസ്റ്റ്യൻ തരിക. നമ്മളതൊന്നും എടുത്ത് അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ക്വസ്റ്റ്യനിലായിട്ട് പോവാണ് അല്ലേ. ഓക്കെ, ഒരാൾ ഒരു പെൻസില് എത്രയാണ്? സോറി, എ മാൻ ബോട്ട് എ പെൻസിൽ അറ്റ് ദ റേറ്റ് ഓഫ് 4 rupees. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 6, അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോമിയാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിലെ കോമിയൊന്നും ഇല്ലേ, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ക്വസ്റ്റ്യനെ ഒരിത്തിരി അങ്ങനെ ഇങ്ങനെയൊക്കെ തരും, പക്ഷെ അതിന് നമ്മളത് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, ഒരാൾ ഒരു പെൻസില് മേടിച്ചു അറ്റ് ദ റേറ്റ് ഓഫ്, പിന്നെ അതൊരു കോമയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. 4 rupees. അത് മേടിച്ചത് എന്താ? 6 എണ്ണത്തിന് 4 രൂപ. റേറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് 6 എണ്ണത്തിന് 4 രൂപ. ശ്രദ്ധിക്കുക. എന്നിട്ട് 6 പെൻസിൽ 4 രൂപയ്ക്ക് മേടിച്ചു. ഭയങ്കര ലാഭമാണ് അല്ലേ? 6 പെൻസിൽ കിട്ടി 4 രൂപയ്ക്ക് അല്ലേ? എന്നിട്ട് അയാൾ വിറ്റു. എത്രയാണ്? 4 എണ്ണത്തിന് 6 രൂപ. അയാൾ ബുദ്ധിയുള്ള ആളാണ് അല്ലേ? അതായത് 6 എണ്ണം 4 രൂപയ്ക്ക് മേടിച്ചിട്ട് 4 എണ്ണം, അതിൽ 2 എണ്ണം അയാൾ എടുത്തിട്ട് ബാക്കിയുള്ള 4 എണ്ണം അയാൾ 6 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ 6 രൂപയ്ക്ക് അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യനെ മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഒന്നും പറയണില്ല. പ്രോഫിറ്റ് ഓർ ഗെയിൻ, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഒന്നും പറയില്ല. എല്ലാവർക്കും മനസ്സിലാവും. 6 എണ്ണം കിട്ടി വെറും 4 രൂപയ്ക്ക്. അത് അയാൾ എന്ത് ചെയ്തു? അതിൽ 2 എണ്ണം എടുത്തിട്ട് ബാക്കിയുള്ള 4 എണ്ണം 2 രൂപ കൂട്ടി കൊടുത്തു. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവേണ്ടതാണ് അത് ലോസ് അല്ല, പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പം ഇതും 2 മെത്തേഡിൽ തന്നെ ചെയ്യാം. 1% മെത്തേഡിലും പിന്നെ
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലും. ഇപ്പോൾ ഇവിടെ സിമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് 1% മെത്തേഡിൽ കണ്ടുപിടിക്കാം. അത് കുറച്ച് സ്റ്റെപ്പുകൾ അധികമായിട്ട് വരും. അപ്പം നമ്മളുടെ സമയം കുറച്ച് പോകും. എനിക്ക് 1% മെത്തേഡാണ് പേഴ്സണലി ഇഷ്ടം. എത്ര സ്റ്റെപ്പ് ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുക. പക്ഷേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അതിലും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ആൻസർ കിട്ടണം. ആ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഏതാണ് 1% മെത്തേഡ് നല്ലതാണ്. അതിലും ക്വിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഏത് മെത്തേഡായിരിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏത് മെത്തേഡ് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യണം. അത് ചെയ്താൽ പിന്നെ നിങ്ങൾ അതേ ചെയ്യുള്ളൂ. ഇതിലും മുൻപുള്ള ക്വസ്റ്റ്യനിൽ 1% വെച്ചത് ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് പക്ഷേ കുറച്ചുകൂടി ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. എത്രയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ 1 ഫസ്റ്റ് മെത്തേഡിലൂടെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഏതാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് നമ്പർ എഴുതാ, പിന്നെ രൂപ എഴുതാ. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് മലയാളീകരിക്കുമ്പോൾ, അതായത് 4 രൂപയ്ക്ക് 6 പെൻസിൽ വാങ്ങി ഒരാൾ എന്നാക്കി അല്ലേ? അപ്പോൾ ഫസ്റ്റ് പറയുന്നത് 6 എണ്ണം 4 രൂപയ്ക്ക് എന്ന് ഇവിടെ പറഞ്ഞു. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻകിൽ 4 രൂപയ്ക്ക് 6 എണ്ണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ കൊണ്ട് 4 എഴുതരുത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതുമ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്പറാണ്. 6. ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് വേറെ തരത്തിൽ ചോദിക്കാം. ₹4 he bought a pencil for ₹4 and buy 6 number. 4 rupeesന് 4 എണ്ണം 6 എണ്ണം എന്നൊക്കെ പറയും അല്ലേ? അപ്പം നമ്പർ രണ്ടാമത് വരും. അപ്പം നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് എഴുതേണ്ടത് നമ്പറാണ്. ഏതാണ് നമ്പർ? 6 എണ്ണം. എത്ര രൂപയ്ക്ക് വിറ്റു? 4 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലാ 4 എണ്ണം 6 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, രണ്ടും ക്ലിയർ ആയില്ലേ? ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലോട്ട് പോവാണ് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലോട്ട് പോവാണ്. ആദ്യം ഇത് തമ്മിൽ ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇവർ തമ്മിലാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ മെത്തേഡിൽ പോവാ. 6 × 6 മൈനസ്, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഇവിടെയാണ് രണ്ടാമത്തെ തവണ. 6 × 6 മൈനസ് 4 × 4 16 ഡിവൈഡഡ് ബൈ, പിന്നെ പറയേണ്ടത് രണ്ടാമത് പറഞ്ഞ ആളാണ്. ഓക്കെ, ആരാണ്? 16. ഓക്കെ, ആൻസർ എത്ര കിട്ടും? 36 മൈനസ് 16 ഡിവൈഡഡ് ബൈ 16. തെറ്റരുത്. ആദ്യം ഫസ്റ്റത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അതിൽ നിന്ന് രണ്ടാമത്തെ ആളെ കുറച്ചു, എന്നിട്ട് രണ്ടാമത്തെ ആളാണ് ഡിവിഷനായിട്ട് വരേണ്ടത്. ഇൻറ്റു 100, ഒരു 100 കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. തെറ്റരുത് കേട്ടോ. അപ്പോൾ ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. 1% തെറ്റില്ല. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടും. ഇതും ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ, ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട, വേഗം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എത്രയാ? 36 മൈനസ് 20 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 20 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 100. 20 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 100 എത്രയാ? ഇവിടെ 5, ഇവിടെ 4. ഇതിൽ ഹൗ മെനി ടൈംസ്? 5. ഓക്കെ, നാല് പ്രാവശ്യം 5. ക്ലിയർ അല്ലേ ചെയ്തത്? തെറ്റുണ്ടോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 5, 4, ഓക്കെ, ഇവിടെ 4 4 ടൈംസ്, ഇവിടെ 5 ടൈംസ് ആൻഡ് 4 ആണല്ലോ. 4 100ൽ 5 അല്ല, ഇവിടെ 5 അല്ല 4 അല്ലേ? അപ്പോൾ എത്രയാ? 20 10ൽ. ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ, തെറ്റരുതേ. ഇവിടെ നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി 5 വരുമ്പോൾ 5 100ൽ 4 ടൈംസ് അത് എഴുതും. നമ്മൾ തെറ്റരുത്, ശ്രദ്ധിച്ച് ചെയ്യുക. 4 10ൽ 2 ടൈംസ്, റിമൈനിങ് 2 20ൽ 4 5 ടൈംസ്. ആൻസർ 25. 25 × 5 = 125%. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാ? ഗെയിൻ പെർസെൻറ്റേജ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 125%. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വേഗത്തിൽ, അധികം സമയമൊന്നും എടുക്കാണ്ട് വേഗത്തിൽ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എങ്ങനെ എഴുതും? ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കണം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് മെത്തേഡിലോട്ട് പോവാണ്. എങ്ങനെയാണ്? നമ്പർ ആദ്യം ഇതാ 6 4 4 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എങ്ങനെ എഴുതും? 36 - 16 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 100. കണ്ടോ? സ്റ്റെപ്പ് നോക്കിട്ടോ. 20 - 16 ഇൻറ്റു 100. ഓക്കെ, 4 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം, 4 100ൽ 25 ടൈംസ് 25 125%. വെരി സിമ്പിൾ. ഇത്രയും കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് മെത്തേഡ് അവസാനിച്ചിരിക്കണം. ഇനി സെക്കൻഡ് മെത്തേഡിലോട്ട് പോവാണ്. സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? 1% മാത്രം അല്ലേ മെത്തേഡ്. അപ്പം നോക്കുക കേട്ടോ, 1% മെത്തേഡ് പോലത്തെ ഒരു മെത്തേഡ്, നമ്പർ 1 കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഓക്കെ, 6 = 6 എണ്ണം 4 എണ്ണത്തിന് മേടിച്ചു, 6 എണ്ണം 4 രൂപയ്ക്ക് മേടിച്ചു എങ്കിൽ ഒരെണ്ണത്തിന് എത്രയായിരിക്കും? 1 × 6. കണ്ടോ? 1% മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് അല്ല, ആ മെത്തേഡിനോട് സിമ്പിൾ ആയിട്ടുള്ള 1 അല്ലേ, 1 വരുന്നുണ്ട്. 6 എണ്ണം 4 എണ്ണത്തിന്, 6 എണ്ണം 4 രൂപയ്ക്ക് മേടിച്ചെങ്കിൽ 1 × 6 അല്ലേ, 6. അപ്പോൾ ഒരെണ്ണം എത്ര രൂപയ്ക്ക് മേടിക്കും? ഒരെണ്ണം = 6. 6 നമ്പറാണ് കേട്ടോ, 4 രൂപയാണ്. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാനായിട്ട് 4/6 = 4/6 എത്രയാണ്? 2/2. മിനിമം അതിനെ മാക്സിമം നമ്മളതിനെ ഷോർട്ടാക്കുക. 2/3. ഒരെണ്ണത്തിൻ്റെ രൂപ എത്രയാ? ഒരെണ്ണത്തിന് 2/3 റുപ്പീസ് ആയിരിക്കും. റുപ്പീസൊന്നും ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. നമ്മളുടെ ഉദയകുമാർ കണ്ടുപിടിച്ച് സിമ്പിൾ തന്നെ എഴുതണേ, സോറി. ഓക്കെ, അടുത്തത് ഫസ്റ്റ്. രണ്ടാമത്തത് എങ്ങനെയായിരുന്നു അയാൾ സോൾവ് ചെയ്തത്? ക്വാളിറ്റി ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിനെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ പറയുന്നത്? 6 എണ്ണം 4 രൂപയ്ക്ക് വിറ്റു, അതിൻ്റെ ചേഞ്ച് ചെയ്തു. ക്വാളിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലേ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്വാണ്ടിറ്റി ചേഞ്ച് എന്ന് പറയാം അല്ലേ, ക്വാളിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ചേഞ്ച്. സോറി, ഇവിടെ ക്വാളിറ്റി എന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ട്, ക്വാണ്ടിറ്റി ചേഞ്ച്, ക്വാണ്ടിറ്റി മാറ്റി. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ക്വാളിറ്റി അല്ല കേട്ടോ, ഇവിടെ ക്വാണ്ടിറ്റി ആക്കാം. ക്വാണ്ടിറ്റി ചേഞ്ച്. സോറി, നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ടു. നമ്മൾക്ക് എന്താക്കി ടോപ്പിക്കിൻ്റെ പേര്? ക്വാണ്ടിറ്റി ചേഞ്ച്. ക്വാണ്ടിറ്റിയാണ് ഇവിടെ ചേഞ്ച് ചെയ്തത് അല്ലേ. എമൗണ്ട് അങ്ങോട്ട് അളവ് കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതെങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോമൺ ആണ് കേട്ടോ, വെരി കോമൺ, ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ച് കുറേ നമ്മൾ കണ്ടുപിടിക്കുക ആൻസറൊക്കെ എത്ര മിനിറ്റ് എടുക്കും? 1.5 മണിക്കൂർ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ ക്വിക്കായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ മെത്തേഡിൽ ക്വിക്കായിട്ട് കണ്ടുപിടിച്ചു. ഇതെങ്ങാനും പറ്റില്ല, എന്തോ കൺഫ്യൂഷൻ വന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സാധാരണ 1% മെത്തേഡ് പോലത്തെ മെത്തേഡ് അല്ലേ, ഒരെണ്ണം കണ്ടുപിടിക്കേണ്ടത്. 1 × 6 = 4. ഒരെണ്ണത്തിൻ്റെ വില എത്രയപ്പോൾ? 4/6 2/3 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന രണ്ടാമത്തെ അയാളുടെ ചേഞ്ച് ചെയ്തിട്ടുള്ള സെല്ലിങ് അല്ലേ, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തിട്ടുള്ള സെല്ലിങ്. 4 എണ്ണത്തിന് 6 രൂപ, 4 എണ്ണത്തിന് 6 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് കണ്ടുപിടിക്കണമെങ്കിൽ 6/4 = എത്രയാ? 3/2. ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചു. ക്ലിയർ ആയില്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് മാൻ ബോട്ട്, വാങ്ങിയത് ഇത്രയ്ക്ക്, വിറ്റത് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ വാങ്ങിയത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഏതായിരുന്നു? ബോട്ട്. കോഡ് പ്രൈസ് ആണ് കണ്ടുപിടിച്ചത്. കോഡ് പ്രൈസ് ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചു. ഇനി ഒരെണ്ണമായിരിക്കുമല്ലോ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇവിടെ ഒരെണ്ണം, ഇവിടുത്തെ ഒരെണ്ണം തുല്യമായിരിക്കും. നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കണം. ഇവിടെ പറഞ്ഞത് രണ്ടും, ഇവിടെ നമ്പർ 6 എന്നായിരുന്നു, ഇവിടെ 4 എന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കോഡ് പ്രൈസും
സെല്ലിംഗ് പ്രൈസും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റത്തിൽ 6 4 രൂപയ്ക്ക് 4. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആക്കണം. ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചു. എന്നിട്ട് ഇനി അതിനെ കമ്പയർ ചെയ്യാനും മൈനസ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും അല്ലേ. അപ്പം നമ്മൾ കോഡ് പ്രൈസിൽ ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചു, സെല്ലിംഗ് പ്രൈസിലും 1 നമ്പറിൻ്റെ വില കണ്ടുപിടിച്ചു, ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാം. എങ്ങനെ കണ്ടുപിടിക്കാം ഡിഫറൻസ് അല്ലേ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോഡ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോഡ് പ്രൈസ്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ലോസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു രണ്ടാമത് കണ്ടുപിടിച്ചത് 3/2 മൈനസ് 2/3. ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ തുല്യമാക്കാൻ വേണ്ടിയിട്ട് 6 LCM 6 ആണ്. 3 × 3 അല്ലേ. ഇതിൻ്റെ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്റർ കിട്ടി, 6 ആയിട്ട് കിട്ടി. ഇനി 3ലെ ഡിനോമിനേറ്റർ 6 അല്ലേ, ഇവിടെ 2 ഉള്ളൂ. എത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 6 ആവാ? 3 കൊണ്ട്. അപ്പോൾ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 3 9 അല്ലേ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9, 2 × 2 -4. ഓക്കെ, ആൻസർ എത്ര കിട്ടും? 5/6. ക്ലിയർ ആയില്ലോ? അപ്പോൾ എത്രയാണ്? പോസിറ്റീവ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 5/6 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഗെയിൻ പെർസെൻറ്റേജാണ് കാണേണ്ടത്. ഗെയിൻ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താ? ഗെയിൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ. എന്താണ് ഗെയിൻ പെർസെൻറ്റേജ്? ഗെയിൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. പ്രോഫിറ്റ് എത്രയാ? 5/6 ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് എത്രയാ? കോഡ് പ്രൈസ് വാങ്ങിയ വില 5/6 ആണ് പ്രോഫിറ്റ്. ഒരെണ്ണത്തിൻ്റെയാണ് പറയുന്നത് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കോഡ് പ്രൈസ് എത്രയാ? നമ്മൾ ഒരെണ്ണം വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ആ ഡിഫറൻസ് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഗെയിൻ ആണ് 5/6. ഇനി കോഡ് പ്രൈസ് എത്രയാ? 2/3 ഇൻറ്റു 100. അപ്പം നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം. 5/6 ഇൻറ്റു ഡിവിഷൻ ഇൻറ്റു ആക്കുമ്പോൾ അതിനെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇടുക അല്ലേ. 2/3 ബിക്കംസ് 3/2 ഇൻറ്റു 100. ഓക്കെ, 6 2 times. How many times? 5/4 into 100. 5/4 into 100 is equal to 425 times 25 into 25 125%. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ ഫസ്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കാം. അതെങ്ങാനും മറന്നു പോയാൽ നമുക്ക് 1% മെത്തേഡ് പോലുള്ള മെത്തേഡിലോട്ട് പോവാം. ഓക്കെ, 1% മെത്തേഡ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. വളരെ സിമ്പിളാണ് കേട്ടോ. എന്താണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ സ്റ്റെപ്പ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. സെക്കൻഡ് മെത്തേഡ്, അതായത് നമുക്ക് കാണേണ്ടത് ഗെയിൻ പെർസെൻറ്റേജ് ആണ്. ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പ്രോഫിറ്റ്. ഗെയിൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100. ഇനി കോഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ വിറ്റത് 6 4 രൂപയ്ക്കും 4 6 രൂപയ്ക്കാണ്. രണ്ടിലും ക്വാണ്ടിറ്റി അളവ് വ്യത്യാസമാണ്. അപ്പോൾ ഇനി നമ്മൾ അതിനെന്താ രണ്ടും ഒരേ വാല്യൂ ആക്കണം അല്ലേ. അതിനെന്താ ചെയ്യുക? നമ്മൾ ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവർ തന്നത് വെച്ചിട്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഡ് പ്രൈസ് ആണ്. കോഡ് പ്രൈസ് 6 എണ്ണത്തിന് 4 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് 4/6 ഇസ് ഈക്വൽ ടു 2/3. ഇത്രയേ ഉള്ളൂ കേട്ടോ.
ഒരെണ്ണത്തിൻ്റെ കോഡ് പ്രൈസ്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ കുറേ സ്റ്റെപ്പായി ഇപ്പോൾ കൂടുതലായിട്ട് തോന്നിയതാണ്. എത്രയാണ്? 4 എണ്ണത്തിന് 6 രൂപയാണ്. ഓക്കെ, നാലെണ്ണത്തിന് 6 രൂപയാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില 6 നമ്പറിന് റുപ്പീസാണ് അല്ലേ. ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ 6/4 = 3/2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ SP - CP = 3/2 - 2/3 9 - 4 = 5/6. ഓക്കെ, ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? 5/6. പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു 5/6 ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ അല്ലേ, 2/3 ഇൻറ്റു 100. അപ്പോൾ എന്ത് ചെയ്യണം? 5/6 ഇൻറ്റു 3/2. ഈ ഡിവൈഡഡ് ബൈ 2/3 എന്നുള്ളത് ഇൻറ്റു ആകുമ്പോൾ അതിനെ എന്താ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യും അല്ലേ. ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 2 ടൈംസ് 5/4 ഇൻറ്റു 100. നമ്മൾ ഫസ്റ്റ് അവിടുത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. 400 എത്ര പ്രാവശ്യം എത്തി? 25 ടൈംസ് 25 ഇൻറ്റു 5 125%. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതാണ് 2 മെത്തേഡ്. അപ്പോൾ നമുക്ക് പറഞ്ഞത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 2 നമ്പർ ഫസ്റ്റ് ചെയ്താൽ റുപ്പീസ് ആദ്യം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഉള്ളത് 6 × 6 36 - 4 × 4 16 ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്താണ് ഇൻറ്റു 100. കറക്റ്റ്, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരെണ്ണത്തിൻ്റെ 2 കണ്ടുപിടിക്കുക. അതായത് 6 എണ്ണം 4 രൂപയ്ക്കും 4 എണ്ണം 6 രൂപയ്ക്ക്, രണ്ടിലും ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ക്വാണ്ടിറ്റി ചെയ്യുന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് മൈനസ് ചെയ്യാനും പെർസെൻറ്റേജ് കാണാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ഏകീകരിക്കാനായിട്ട് അല്ല, രണ്ടിലും സെല്ലിംഗ് പ്രൈസിലായാലും കോഡിംഗ് പ്രൈസിലായാലും ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചു. ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചാൽ അതിന് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസും മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഗെയിൻ കിട്ടി, പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനായിട്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ? സിമ്പിൾ മെത്തേഡ് തന്നെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൻ്റെ സെയിം ടൈപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇഫ് 2 eggs are bought for ₹10, 2 എത്രയാണ്? 12 eggs. 2 eggs അല്ല, 2 നമ്പർ. ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. 2 എണ്ണം 12 എണ്ണം 10 രൂപയ്ക്ക് റുപ്പീസ്. ഇനി 10 എണ്ണം രണ്ടാമത് 10 എണ്ണം 12 രൂപയ്ക്ക്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 12 × 12 144 മൈനസ് 144 മൈനസ് 10 × 10 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. 44 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഈക്വൽ ടു ക്യാൻസൽഡ് ഈക്വൽ ടു 44%. ഇനി സെക്കൻഡ് മെത്തേഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ആ മെത്തേഡ് കൂടി പറഞ്ഞിരിക്കും. ഓക്കെ, ഇത് സിമ്പിളാണ് അല്ലേ. അപ്പം നോക്കുക, 12 എണ്ണം 10 രൂപയ്ക്ക്. കോഡ് പ്രൈസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഒരെണ്ണം ഇസ് ഈക്വൽ ടു ഒരെണ്ണത്തിൻ്റെ വില ഇസ് ഈക്വൽ ടു 12/10 ഇസ് ഈക്വൽ ടു 6/5. ഓക്കെ, ഇനി നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 10 for 12, 10 12s. അപ്പോൾ ഒന്നിൻ്റെ വില കാണാൻ 12/10 ഈക്വൽ ടു 6/5. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണ്? 6/5 മൈനസ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇവിടെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയില്ലേ. അതായത് 12 എണ്ണത്തിന് 10 രൂപയ്ക്ക്, ഒരെണ്ണത്തിന് 10/12. അപ്പോൾ 5/6 5/6 ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മൈനസ് ചെയ്തു. 6/5 മൈനസ് 5/6 നമ്മളുടെ 30 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 36 മൈനസ് 25
9/30. ഓക്കെ, ഗെയിൻ ആണല്ലേ 9/30. 9 അല്ല കേട്ടോ, സോറി, എന്താണ് 36 മൈനസ് 25 എന്ന് പറയുമ്പോൾ 9 അല്ല. 9 ആണോ? 11 ആണ്. 11/30. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 25 മൈനസ് 36 മൈനസ് 25/30 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 9/30 പ്രോഫിറ്റ് ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. എന്താണ്, ഒന്നുകൂടെ പറയാം. നമ്മളെ 5/6 6/5 നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് ഈക്വൽ ടു 6/5 മൈനസ് 5/6. ആദ്യം പ്രോഫിറ്റ് ആണല്ലോ, നമ്മൾ പ്രോഫിറ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജ് രണ്ടും ഒന്നായി പോയി കേട്ടോ. അപ്പോൾ എന്താ അത്? 30 ആണ്, ഇവിടെ 36 ആണ്, ഇവിടെ 25 ആണ്. അപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടി? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, പ്രോഫിറ്റാണ് കിട്ടിയത്, ലോസ് അല്ല. 11/30. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, പ്രോഫിറ്റ് 11/30 ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് 5/6 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 11/30 ഇൻറ്റു 5/6 ഇൻറ്റു ആകുമ്പോൾ 6/5 ഇൻറ്റു 100. ഓക്കെ, 2 times 5. ഓക്കെ, 11/30 ഇൻറ്റു 6/5. ഓക്കെ, 230 6/5. ഓക്കെ, 6/5. 6/30 5 times, 25 100 4 times, 11 into 4 is equal to 44%. Clear? Once more there is a clarification. എങ്ങനെയായിരുന്നു? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 11/30 ഡിവൈഡഡ് ബൈ എത്രയാണ്? 5/6 ഇൻറ്റു 100. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 11/30 ഇൻറ്റു 6/5 ഇൻറ്റു 100. ഓക്കെ, 6/30 5 times, 5 into 5 25, 25 100 4 times, 11 into 4 is equal to 44%. എങ്ങനെ നോക്കിയാലും നമ്മളുടെ ഡയറക്റ്റ് മെത്തേഡ് ആയിട്ടുള്ള 1% പോലെയുള്ള മെത്തേഡ്, ഒരെണ്ണം കണ്ടുപിടിക്കുന്ന മെത്തേഡ്, അത് കുറച്ച് സ്റ്റെപ്പുകൾ അധികമാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സ്റ്റെപ്പ് കുറവുള്ള മെത്തേഡ് ഡയറക്റ്റായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നമ്മൾ എടുക്കുന്നത് തെറ്റരുത്. ഫസ്റ്റ് ഇതെടുക്കുക 12 into 12, അതിൽ നിന്ന് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ചെയ്തിട്ട് ഡിവിഷൻ വരേണ്ടത് രണ്ടാമത് കണ്ടതിൻ്റെ ഇൻറ്റു 100. ഡയറക്റ്റായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. കോഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡയറക്റ്റ് ഒരു നമ്പറായിട്ടുള്ള തന്നിരിക്കുന്നത്. അതൊരു ക്വാണ്ടിറ്റി അല്ലേ, ഇത്ര എണ്ണത്തിന് ഇത്ര എണ്ണം എന്നുള്ള രൂപയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1% പോലുള്ള മെത്തേഡ് ഉപയോഗിച്ച് ഒരെണ്ണം കണ്ടുപിടിച്ചു. കോഡ് പ്രൈസിൻ്റെയും ഒരെണ്ണത്തിൻ്റെ കോഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും, എന്നിട്ട് അതിൽ നിന്ന് ഗെയിൻ ഓർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഗെയിൻ ഓർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100, അങ്ങനെയും കാണാം. അത് കുറച്ച് കൂടെ എന്തായാലും ഓഫ് കോഴ്സ് കുറച്ച് സമയം കൂടുതലെടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക. മാക്സിമം എല്ലാവരും ഈ മെത്തേഡാണ് ചെയ്യുക. ചിലർ റെയറായിട്ട്
സെക്കൻഡ് മെത്തേഡ് ചെയ്യും. ഓക്കെ, ഇതറിയാത്തവരുണ്ടാവുമല്ലോ. കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം, ഇത് ക്വാണ്ടിറ്റി ചേഞ്ച് ടൈപ്പ് മെത്തേഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ചേഞ്ചിൽ നമ്മൾ എന്താ ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂവിൽ നിന്ന് രണ്ടാമത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ കുറച്ചിട്ട് രണ്ടാമത് ചെയ്ത വാല്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100. ക്ലിയർ? ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. തെറ്റാതെ ചെയ്യാം. ഓക്കെ, ഇനി എന്നത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനൂടെ നമുക്ക് ഈ ടൈപ്പിൽ ചെയ്യാം. ഓക്കെ, 1 more question or 2 more questions or 1 more questions ചെയ്യാം കേട്ടോ. അടുത്തത് കുറച്ചുകൂടെ ചേഞ്ച് ഉണ്ട്. ഇതേ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞോളൂ. കോഡ് പ്രൈസ് 4 lemons were bought ₹3 അല്ലേ? 4 lemons ₹3 and selling price 5 lemons were sold at ₹4. 4. ഓക്കെ, അപ്പം നമ്മുടെ മെത്തേഡിലോട്ട് പോവാണ്. 4 lemons 3 and 5 lemon 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫസ്റ്റ് ഇവനെ ചെയ്യും അല്ലേ? 16 മൈനസ് പിന്നെ ഇവരെ ചെയ്യും 15 ഡിവൈഡഡ് ബൈ ആദ്യത്തെ അല്ല രണ്ടാമത് കണ്ടുപിടിച്ച ആൾ 15 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1/15 ഇൻറ്റു 100. 3 ടൈംസ് 5 3 ടൈംസ് ഇവിടെ 20 ടൈംസ് 20/3 ഈസ് ഈക്വൽ ടു 6.66 അല്ലേ? കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം നമ്മളതിനെ കണ്ടിന്യൂ ചെയ്തത് സ്റ്റോപ്പ് ചെയ്തു. 6ലും കൂടുതലായതുകൊണ്ട് 6.67 ഒരു വാല്യൂ കൂടി കൂട്ടി അതിനെ കോൺസ്റ്റൻ്റ് ആക്കി 6.67% ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ മെത്തേഡിലൂടെ പോവാം. ഓക്കെ, പറഞ്ഞോളൂ. അതെങ്ങനെയാണ് ചെയ്യുക? വേഗത്തിൽ ചെയ്യുക കേട്ടോ. അത് കുറച്ച് സ്ലോലി ചെയ്യുമ്പോഴാണ് കൺഫ്യൂഷൻസ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്നൊക്കെ തോന്നുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഒരെണ്ണത്തിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 4 എണ്ണത്തിന് ₹3. ഒരെണ്ണത്തിന് 3/4 കോഡ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാ? ഒരെണ്ണത്തിന് അല്ല എന്തായിരുന്നു 5 എണ്ണത്തിന് ₹4 എങ്കിൽ ഒരെണ്ണത്തിന് 4/5 3/4 കോഡ് പ്രൈസ് 4/5. ഇനി നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? 4/5 മൈനസ് 3/4 നമ്മുടെ LCM 20 16 മൈനസ് 15 is equal to 1/20 is equal to പ്രോഫിറ്റ്. പോസിറ്റീവ് വാല്യൂ അപ്പോൾ പ്രോഫിറ്റ് ആണ്. ഇനി നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ഗെയിൻ പെർസെൻറ്റേജ് is equal to പ്രോഫിറ്റ് 1/20 ഡിവൈഡഡ് ബൈ 3/4 നമ്മുടെ കോഡ് പ്രൈസ് 3/4 ഇൻറ്റു 100 is equal to 1/20 ഇൻറ്റു 4/3. ഇതറിയാലോ നമുക്ക്. ഡിവിഷൻ ആകുമ്പോൾ എന്താണ്? ഡിനോമിനേറ്റർ മുകളിലോട്ട് വരും. ഡിവിഷനെ ഇൻറ്റു ആക്കുമ്പോൾ ഡിനോമിനേറ്റർ മുകളിലോട്ടും ന്യൂമറേറ്റർ അടിയിലോട്ടും വരും. ഇൻറ്റു 100 4 20ൽ 5 ടൈംസ്. ഓക്കെ, 5 100ൽ 20 ടൈംസ് ഇസ് ഈക്വൽ ടു 20/3. 20/3 എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പഠിച്ചു അല്ലേ? കഴിഞ്ഞ മെത്തേഡിൽ 6.67%. രണ്ട് മെത്തേഡിലും സെയിം ആൻസറാണ്. അപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ്? അത്ര ഡിഫിക്കൽട്ടി ഒന്നുമല്ല, സിമ്പിൾ തന്നെയാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും ഇതേ മെത്തേഡ് തന്നെയാണ്, നമുക്കിപ്പോൾ ചെയ്യാം അല്ലേ? പേഴ്സൺ വൈസ് ഈ മെത്തേഡ് കണ്ട അപ്പം മനസ്സിലോട്ട് വരണം ഏത് മെത്തേഡാണിത്? ക്വാണ്ടിറ്റി ചേഞ്ച്. ക്വാണ്ടിറ്റി ചേഞ്ചിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതാണ്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇതാ 12x for 15 രൂപയ്ക്ക് നമ്പർ റുപ്പീസ്. അത് തെറ്റരുത് കേട്ടോ, റുപ്പീസും നമ്പറും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ വാല്യൂ ഒക്കെ തെറ്റും. അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രശ്നം.
ഓക്കെ, അതുകൊണ്ടാണ് ഇതങ്ങോട്ട് ഞാൻ പറയാതെ. ഏറ്റവും സിമ്പിൾ മെത്തേഡ് വേഗം ചെയ്യാം, പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി 10 14. ഇപ്പോൾ മലയാളത്തിൽ ആ ക്വസ്റ്റ്യൻ നിൽക്കുക. കേരള PSCയുടെ എക്സാം ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ചോദിക്കുക? നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി? 15 രൂപയ്ക്ക് 12 എണ്ണം എന്ന് പറഞ്ഞാൽ 15 ഫസ്റ്റ് എഴുതിയാൽ ഒക്കെ പോയില്ലേ? നമ്പറിൻ്റെ പ്ലേസിൽ രൂപ എഴുതിയാൽ തെറ്റി. അപ്പോൾ നമ്പറാണ് ഫസ്റ്റ് എഴുതേണ്ടത് എന്നുള്ളത് ഓർമ്മയിൽ വേണം. ഓക്കെ, 10 എണ്ണത്തിന് 14. അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ചെയ്തോളൂ. എങ്ങനെയാണ് ചെയ്യുക? 12 × 14 മൈനസ് 150 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വാല്യൂ അല്ലേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, പിന്നെ സെക്കൻഡ് തന്നെ അടിയിലും വരും. ഓക്കെ, 12 × 14 is equal to 168. 168 minus 150 divided by 150 is equal to എത്ര കിട്ടും? 168 minus 150 by 150 is equal to 18 divided by 150. 18 divided by 150. $18 divided by 150. ഇനി ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18 divided by 150 ചെയ്തോളൂ. സിംപ്ലിഫൈ ചെയ്തോളൂ. ഇൻറ്റു 100 വേണം കേട്ടോ. നമ്മൾ 100 ഇവിടെ ഒഴിവാക്കരുത്. ഇൻറ്റു 100 പൊട്ടി. ഇത് 3 times ഇവിടെ ഇത് കട്ട് ചെയ്തു. 3 times 2 times 3 6 times is equal to gain percentage. Answer is 12%. Okay, clear? ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിലോട്ട് പോവാം. ക്ലിയർ ആയില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ക്രോസ് ആയി. 168 minus 150 by 150 is equal to 18 by 150 into 100. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു പെർഫെക്റ്റ് നമ്പർ കിട്ടും, 12%. ഇനി നമ്മുടെ ഈ മെത്തേഡിലേക്ക് പോവാം. 12 എണ്ണത്തിന് കോഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവാണ്. 12 എണ്ണത്തിന് 15 ആണെങ്കിൽ ഒരെണ്ണത്തിന് 15/12. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവാണ്. 10 എണ്ണത്തിന് 14 ആണെങ്കിൽ ഒരെണ്ണത്തിന് 14/10. ഓക്കെ, 15/12 14/10. 15/12 14/10. ഓക്കെ, ക്ലിയർ ആയില്ലേ? ചെറുതാക്കണോ? ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? 15/12. ഏത് പോവും? അതിൽ 3 പോവും. 3 15 12 3 സിക്കൽ ടു 5/3. ഇവിടെ 14/10 എന്ന് പറയുമ്പോൾ 7/5. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഇനി ഇതിൻ്റെ മൈനസ് ചെയ്തോളൂ. 7/5 പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 7/5 മൈനസ് 5/3 ഇസ് ഈക്വൽ ടു 15. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 21 മൈനസ് പ്രോഫിറ്റാണോ ലോസ് ആണെന്നോ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. 21 മൈനസ് 7/5 മൈനസ് 5/3 15. 21 മൈനസ് 25. ഓക്കെ, ഇതിവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള
സ്ഥലം ഉണ്ടാവില്ല. നമുക്കൊന്ന് ഷോർട്ടായിട്ടൊന്നുകൂടെ ചെയ്യാം. കോഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 12/15, 15/12. സെല്ലിംഗ് പ്രൈസ് 10/14, 14/10. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് തന്നെ മൈനസ് ചെയ്യാം, കുറയ്ക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, 15/12 മൈനസ് 14/10 മൈനസ് 15/12 ഇസ് ഈക്വൽ ടു 14 × 12 നമുക്ക് എത്രയാണെന്ന് ഓൾറെഡി കിട്ടി. അതാണ് ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അത് ഓൾറെഡി നമ്മൾ ഈ മെത്തേഡിൽ കണ്ടതല്ലേ. 168 മൈനസ് 60/120 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 18/120. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് കിട്ടുക. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട, ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ വാല്യൂസിലേക്ക് പോവാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി. പ്രോഫിറ്റ് കിട്ടി 18/20. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 18/120 ആണ് നമ്മളുടെ പ്രോഫിറ്റ്, ഡിവൈഡഡ് ബൈ നമ്മുടെ കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 15/12 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 18/120 ഇൻറ്റു 12/15 റിവേഴ്സായി മാറും ഇൻറ്റു 100. എന്താണ് അതിനെ ഷോർട്ട് ആക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയായാലും 12, ഇവിടെ 10 ഇവിടെ 15 3 3 ടൈംസ്, ഇവിടെ 6 ടൈംസ്. ഓക്കെ, ദെൻ 10 വെട്ടിപ്പോയി. വെട്ടിപ്പോയി 12 വെട്ടിപ്പോയി. ഓക്കെ, 6 വൺസ് മോർ 18/120 ഇൻറ്റു 12/15 ഇൻറ്റു 100. 100 0 വെട്ടിപ്പോയി. 12 and 12 വെട്ടിപ്പോയി. ഇവിടെ 6 ആയി, ഇവിടെ 3 ആയി അല്ലേ. 3 ആയി. 3 അല്ല 5 ആയി. സോറി, ഇതാണ് ഇവിടെ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയത്. 6 ടൈം 15 നമ്മൾ 3 എഴുതിപ്പോയി. 5 അല്ല, നമ്മൾ 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 15 3 5 ടൈം. ഈ 5 10 2 ടൈം. അപ്പോൾ 6 × 2 ഇസ് ഈക്വൽ ടു 12%. രണ്ട് മെത്തേഡിലും സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രീവിയസ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ഇംപ്രൂവ്ഡ് അല്ലേ, ഹൈ ലെവലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോ പ്രോഫിറ്റ് നോ ലോസ്. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. കുറേ പ്രോബ്ലംസ് ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ടൈമും അല്ലെങ്കിൽ അധികം ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടായിരിക്കും അല്ലേ. ടോപ്പിക്കലായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്തവർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് സമയം വേണം ഇത്രയും പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ലെങ്തി ആവാൻ കാരണം എല്ലാത്തിൻ്റെയും 2 മെത്തേഡ് 1% ഓർ 1 കണ്ടുപിടിക്കുന്ന ആ മെത്തേഡും കണ്ടുപിടിച്ചു. അതാണ് നമ്മളെ കൺവെൻഷണൽ മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ടായിട്ടുള്ള നമ്മളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും പറഞ്ഞു. അതുകൊണ്ടാണ് ലെങ്തി ആയിട്ട് പോയത് വീഡിയോ. അപ്പോൾ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 2 മെത്തേഡും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അത് മാത്രം ഉപയോഗിച്ചാലും മതി. പക്ഷേ ഞാൻ ഇത് പറയണതിൻ്റെ കൂട്ടത്തിൽ ആ 1% മെത്തേഡും ആ 1 കണ്ടുപിടിക്കുന്ന മെത്തേഡ്
ആ ലെവൽ വെച്ചും പറയും, അറിഞ്ഞിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ഒരു 15 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 1 മോർ നമ്പറില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു. 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത്രയും 2 ക്ലാസ്സിലായിട്ട് ചെയ്തിരിക്കുന്നത് 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 15 ക്വസ്റ്റ്യൻസിലെ ഓൾമോസ്റ്റ് എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതുവരെ പഠിച്ചതിൽ കുറേ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. എക്സാമിന് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, പലർക്കും ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത്, ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കുറച്ചുകൂടെ ഉണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. വേറെ ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു, ആ ലെവല് നമ്മൾ മിസ്സാക്കി വിട്ടാൽ വരുന്നത് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് എക്സാമിന്. നമുക്കതും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടണ്ടേ, ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ കിട്ടണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുത്ത ടോപ്പിക്കുകൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻസും എല്ലാം നന്നായി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം അല്ലേ, എൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണം വീഡിയോസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, സീ യു സൂൺ.